അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്, ഖബർ സിയാറത്ത് ഉള്ളതാണോ? ഖബർ സിയാറത്തിനെ എന്തിനാണ് നിഷേധിക്കുന്നത്? ഖബർ സിയാറത്ത് നല്ലതല്ലേ? നാം മനസ്സിലാക്കേണ്ടത്, ഖബർ സിയാറത്തിനെ ഒരു വിശ്വാസിക്ക് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ നാഗൂർ, അജ്മീർ, മുത്തുപേട്ട ഉള്ള ആൾ CM മടവൂരിൻ്റെ ദർഗ, കാഞ്ഞിരമുറ്റം തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള ഒരു സിയാറത്ത് ടൂറുകളും അതേപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള അജ്മീർ പോലെ, നാഗൂർ പോലെ, മുത്തുപേട്ട പോലെയുള്ള സ്ഥലങ്ങളിലുള്ള യാത്രാ സിയാറത്തുകളും ഇതൊക്കെ വിരോധിക്കപ്പെട്ടത് തന്നെയാണ്. കാരണം ഖബറിലേക്ക് തീർത്ഥയാത്ര പാടില്ല. ഖബർ സിയാറത്തും ഖബറിലേക്കുള്ള തീർത്ഥയാത്രയും രണ്ടും രണ്ടാണ്. പുണ്യയാത്രകൾ 3 സ്ഥലങ്ങളിലേക്കേ പറ്റൂ: ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി. അത് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. ഖബർ സിയാറത്ത് എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാനിൽ പോവുക. എന്താണ് ഖബർസ്ഥാനിൽ പോയി ചെയ്യേണ്ടത്? ഖബറിന്റെ മുകളിൽ പച്ച തുണി വിരിക്കലോ, കർപ്പൂരം കത്തിക്കലോ, ചന്ദനത്തിരി കത്തിക്കലോ, ആഘോഷങ്ങൾ സംഘടിപ്പിക്കലോ ഒന്നുമല്ല ഖബർ സിയാറത്തിന്റെ ലക്ഷ്യം. മറിച്ച് ഹദീസുകൾ കാണാൻ കഴിയും, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫസൂറുഹ, നിങ്ങൾ ഖബർ സിയാറത്ത് നടത്തുക. ഫൈനഹ തുസഹിദു ഫി ദുനിയ, ദുനിയാവിനോട് വിരക്തി തോന്നുവാനും, വതുദക്കിറുൽ ആഖിറ, ആഖിറത്തെക്കുറിച്ച് ചിന്തിക്കുവാനും, അതേപോലെ തന്നെ ഫൈനഹ തുദക്കിറുൽ മൗത്ത്, മരണത്തെക്കുറിച്ച് ഓർക്കുവാനും ഒക്കെ ഖബർ സിയാറത്ത് നടത്താം. ഇത് വളരെ കൃത്യമായ ഹദീസുകളിൽ ഉള്ളതാണ്. അപ്പോൾ ഖബർ സിയാറത്ത് അനുവദനീയമാണ്. ഖബർ സിയാറത്തിന്റെ ലക്ഷ്യം മരണത്തെ ഓർക്കാനും പരലോകത്തെ ഓർക്കാനും ദുനിയാവിനോട് വിരക്തി തോന്നാനുമാണ്. എന്നാൽ പുണ്യം നിശ്ചയിച്ച് ഓരോ മക്കാമുകളിലേക്കും ദർഗകളിലേക്കും അതുപോലെയുള്ള ശവകുടീരങ്ങളിലേക്ക് യാത്രകൾ നടത്തി അവിടെയുള്ള ആചാരങ്ങൾ നടത്തുന്ന രീതി അത് ഹറാമെന്ന് മാത്രമല്ല ഷിർക്കുമാണ്. അത് പ്രോത്സാഹിക്കപ്പെടാൻ പാടില്ല. ഖബർ സിയാറത്ത് വേറെയാണ്. നമ്മുടെ നാട്ടിൽ നടത്തുന്ന ഖബർ സിയാറത്തിന്റെ പേരിലുള്ള ഏർപ്പാടുകൾ അത് ഷിർക്ക് കലർന്നതാണ്. ഇസ്ലാം പഠിപ്പിച്ചത് മരണത്തെ ഓർക്കാനും ഖബറാളിക്ക് വേണ്ടി ദുആ ഇരക്കാനും പരലോകത്തെ ഓർക്കാനും ദുനിയാവിനോട് വിരക്തി തോന്നാനും ഒക്കെ ഖബർ സിയാറത്ത് നടത്തുക എന്നതാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.